കുറച്ച് ദൂരം നടക്കുമ്പോൾ കിതപ്പ് അനുഭവപ്പെടാറുണ്ടോ? ഇത് നിങ്ങളുടെ മാത്രം പ്രോബ്ലം അല്ല. കോവിഡ് വന്നുപോയ ആൾക്കാരിൽ 5-ൽ ഒരാൾക്ക് ഡിസിനസ്, കിതപ്പിന്റെ പ്രോബ്ലം ഉണ്ടെന്നാണ് റിസർച്ചുകൾ പറയുന്നത്. ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറയുമ്പോഴും രക്തസമ്മർദ്ദം കുറയുമ്പോഴും ഡീഹൈഡ്രേഷൻ വരുമ്പോഴുമാണ് കിതപ്പ് അനുഭവപ്പെടാറുള്ളത്. 3 പ്രധാന കാരണങ്ങളാണ്. നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദം കുറയുമ്പോൾ ബ്രെയിനിലേക്ക് ആവശ്യമുള്ള രക്തപ്രവാഹം കുറയുന്നു. ബ്രീത്തിങ് പ്രോബ്ലം കാരണം നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറയുന്നു. ശരീരത്തിന് ആവശ്യമുള്ള വെള്ളത്തിന്റെ അംശം കുറയുമ്പോൾ രക്തയോട്ടം ബുദ്ധിമുട്ടുന്നു. 4 കാര്യങ്ങളാണ് സൊല്യൂഷൻ: പ്രോപ്പർ ഡയറ്റ്, പ്രോപ്പർ സ്ലീപ്പ്, പ്രോപ്പർ എക്സസൈസ്, പ്രോപ്പർ ബ്രീത്തിങ്. നമുക്കിന്ന് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യാം. കസേരയിലോ അല്ലെങ്കിൽ സുഖാസനത്തിലോ നിന്നിട്ടോ ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡ്സ് ഇൻ ആൻഡ് ഔട്ട് ബ്രീത്തിങ് ആണ്. നമ്മൾ കൈ നേരെ കൊണ്ടുവരാം. ബ്രീത്ത് ഇൻ, നോർമൽ ബ്രീത്ത്, ശ്വാസം എടുത്ത് വിടുക. ബ്രീത്ത് ഇൻ, ഇൻഹേൽ, ലങ്സ് നിറയ്ക്കുക. എക്സേൽ, പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. എക്സേൽ. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഹാൻഡ്സ് ഇൻ ആൻഡ് ഔട്ട് ബ്രീത്തിങ്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ലങ്സ്, ഒരു സാധാരണ വ്യക്തിയുടെ ലങ്സിന്റെ കപ്പാസിറ്റി 6 ലിറ്റർ ആണ്. നമ്മൾ അതിൽ 300 ml 400 ml ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇൻഹേൽ, നോർമൽ ബ്രീത്ത്, ശ്വാസം എടുത്ത് വിടാം. ഇനി പൂർണ്ണമായിട്ട് ശ്വാസം പുറത്തേക്ക് വിടുക. ലങ്സ് നിറയ്ക്കുക. പതുക്കെ ബ്രീത്ത് ഔട്ട്, പതുക്കെ ബ്രീത്ത് ഔട്ട്, സ്ലോലി ബ്രീത്ത് ഔട്ട്. ഒന്നുകൂടി ചെയ്യാം. ഇൻഹേൽ, ലങ്സ് നിറയ്ക്കുക. മുഖത്ത് പുഞ്ചിരി ഉണ്ടാവണം. ബ്രീത്ത് ഔട്ട്. ഷോൾഡർ റിലാക്സ് ചെയ്യുക. ഇത് നമ്മൾ ഒരു സമയം തന്നെ 5 തവണയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ചെയ്യുക. ഇനി അടുത്തത് നമ്മുടെ ഹാൻഡ് സ്ട്രെച്ച് ബ്രീത്തിങ് പ്രാക്ടീസ് ആണ്. ഇത് 2 കൈകളും ഇങ്ങനെ ചേർത്ത് നമ്മുടെ ലങ്സിന്റെ അവിടെ, ചെസ്റ്റിന്റെ അവിടെ വയ്ക്കുക. അത് കഴിഞ്ഞ് ബ്രീത്ത് ഇൻ, ഇൻഹേൽ ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ പുറത്തേക്ക് വരണം, സ്ട്രെച്ച് ചെയ്യണം. അപ്പൊ നമ്മുടെ ലങ്സ് നിറയണം. ബ്രീത്ത് ഔട്ട്, മുഖത്ത് പുഞ്ചിരി ഉണ്ടാവണം. ബ്രീത്ത് ഔട്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഷോൾഡർ റിലാക്സ് ആണോ നോക്കുക. കൈകൾ ഫ്രീ ആക്കി വെക്കുക. ചെസ്റ്റോടെ വെക്കുക. ഇൻഹേൽ, സ്ട്രെച്ച്, എക്സേൽ. പതുക്കെ പതുക്കെ കൊണ്ടുവരിക. ഷോൾഡർ റിലാക്സ് ചെയ്യുക. ഒന്നുകൂടി ചെയ്യാം. ഇൻഹേൽ, നമ്മുടെ ലങ്സ് നിറയ്ക്കുക. പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ഈ 2 എക്സസൈസുകളും 5 പ്രാവശ്യം ചെയ്തു തുടങ്ങുക. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അതൊരു 10 പ്രാവശ്യമാക്കി മാറ്റുക. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം കണ്ണുകൾ അടച്ചിരിക്കുക. മുഖത്ത് പുഞ്ചിരി ഉണ്ടാവണം. ഷോൾഡർ റിലാക്സ് ആണോ നോക്കണം. ഡീപ് ബ്രീത്ത് എടുക്കുക. ഇൻഹേൽ, നമ്മുടെ വയറ് വികസിക്കുന്നത് ഫീൽ ചെയ്യുക. പുറത്തേക്ക് തള്ളി വരുന്നത് ഫീൽ ചെയ്യുക. പതുക്കെ
പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇപ്പൊ വയറ് അകത്തേക്ക് ചുരുങ്ങുന്നു. മുഖത്ത് പുഞ്ചിരി ഉണ്ടാവണം. ശ്വാസം പൂർണ്ണമായിട്ടും പുറത്തേക്ക് പോവുക. വീണ്ടും ചെയ്യുക. ഇൻഹേൽ. ശ്വാസം ഉള്ളിൽ നിറയട്ടെ. ഒന്ന് ഹോൾഡ് ചെയ്യുക. ശ്വാസം ഒന്ന് ഫീൽ ചെയ്യുക. പതുക്കെ ബ്രീത്ത് ഔട്ട്. പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ശ്വാസം പൂർണ്ണമായിട്ടും പുറത്തേക്ക് പോട്ടെ. ഒന്നും കൂടി. ബ്രീത്ത് ഇൻ. ഇൻഹേൽ. ശ്വാസം ഉള്ളിൽ നിറയട്ടെ. ഒന്ന് ഹോൾഡ് ചെയ്യുക. പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ശരീരം റിലാക്സ് ആണോ നോക്കുക. ശ്വാസം ഒന്ന് ശ്രദ്ധിക്കുക. ശ്വാസത്തിന്റെ ഡെപ്ത് ശ്രദ്ധിക്കുക. ശ്വാസത്തിന്റെ സ്പീഡ് നോക്കുക. മുഖത്ത് പുഞ്ചിരി ഉണ്ടോ നോക്കുക. നടു നിവർന്നാണോ നോക്കുക. ഇപ്പം നമ്മുടെ ഉള്ളില് ഓക്സിജൻ നിറയുകയും നമ്മുടെ ഉള്ളില് ഒരു കാംനെസ് അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ ശാന്തതയോടുകൂടി പുഞ്ചിരിയോടുകൂടി കണ്ണുകൾ പതുക്കെ തുറക്കുക. നമ്മുടെ ശരീരത്തിലെ ആവശ്യമുള്ള ഓക്സിജൻ നിറയ്ക്കാൻ എല്ലാ ദിവസവും 5 minutes ബ്രെത്ത് വെൽ ചലഞ്ച് പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു. ബ്രീത്ത് വെൽ, ലിവ് വെൽ.